മധ്യകേരളത്തിൽ മണ്ഡലകാലത്ത് നടന്നുവരുന്ന പ്രത്യേക ചടങ്ങാണ് അയ്യപ്പൻ വിളക്ക്. ദേശങ്ങളിലും വീടുകളിലും അയ്യപ്പൻ വിളക്ക് നടത്തിവരുന്നു. അയ്യപ്പൻ ഭൂമിയിൽ അവതരിച്ച 3 കാര്യങ്ങൾ നടപ്പിലാക്കി മടങ്ങുന്ന കഥ പറയുന്നതാണ് അയ്യപ്പൻ പാട്ടിലെ പ്രധാന വിശേഷണം. ഒരു അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ 23 മണിക്കൂറാണ് ഒരു അയ്യപ്പൻ വിളക്കിന്റെ സമയം. ഇന്നത്തെ അയ്യപ്പൻ വിളക്ക് നാളത്തെ ഉദയം കാണാൻ പാടില്ല, അതാണ് ഒരു ചിട്ട. പിന്നെ 3 തരത്തിൽ അയ്യപ്പൻ വിളക്ക് നടക്കുന്നുണ്ട്. കറക്റ്റ് ചിട്ടപ്രകാരം 4 ആള് തുള്ളി, അവസാനം പാവര് തുള്ളി, അങ്ങനെ 5 ആള്. 5 അമ്പലം പൂട്ടി വിളക്ക്, 7 അമ്പലം പൂട്ടി വിളക്ക്, 3 അമ്പലം പൂട്ടി വിളക്ക്, 1 അമ്പലം പൂട്ടി വിളക്കുണ്ട്. 1 അമ്പലമാകുമ്പോൾ മുഴുവൻ ആൾക്ക് പീഠങ്ങൾ 7 വെച്ച് ആ ചടങ്ങ് നടത്തുന്നതാണ്. ഇവിടെ കരിമരക്കാട് ശിവക്ഷേത്രത്തെ വിളക്ക് 5 അമ്പലം, 7 പീഠം, പാലക്കൊമ്പ്, ആഴിപൂജ, അതായത് കനലാട്ടം. കാലത്ത് 8 മണി മുതൽ പിറ്റേ ദിവസം കാലത്ത് 5 മണി വരെയാണ് നമ്മുടെ അയ്യപ്പൻ വിളക്കിൻ്റെ സമയം. അപ്പോൾ പോള കൊണ്ട്, കുരുത്തോല പോള ഉപയോഗിച്ചാണ് നമ്മൾ ഈ 5 അമ്പലം പണിയുന്നത്. അത് 8 മണിക്കൂറിനുള്ളിൽ പണി കഴിക്കും. 30 കലാകാരന്മാരെ വെച്ചാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ഭൂമിയിൽ അവതരിച്ച് 3 കാര്യങ്ങളൊക്കെയായി അയ്യപ്പൻ ഭൂമിയിൽ അവതരിച്ചു. ആ അവതരിച്ചതിൻ്റെ ഒരു ആവർത്തനം, അതായത് ഭക്തജനങ്ങൾക്ക് മനസ്സിലാവാനും അയ്യപ്പൻ ഭൂമിയിൽ അവതരിച്ചത് എന്തിനൊക്കെയാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ അയ്യപ്പൻ വിളക്ക് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ അമ്പലങ്ങളിലും ഓരോ ദേശങ്ങളിലും വീടുകളിലും ഒക്കെ അയ്യപ്പൻ വിളക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അയ്യപ്പൻ്റേതായിട്ടുള്ള ആ ചിട്ടവട്ടത്തിന് നടന്നു. കാലത്ത് തൊട്ട് 5 മണിയാകുമ്പോഴേക്ക് എല്ലാ അമ്പലങ്ങളും പണി കഴിഞ്ഞ് ശുദ്ധി ചെയ്ത് അണിച്ച് കഴിഞ്ഞ് പീഠം വെച്ച് ഒരുക്ക് വെച്ച് കഴിഞ്ഞ് നിലവിളക്ക് എല്ലാം എണ്ണ ഒഴിച്ച് തിരിയിട്ട് 5 മണിക്ക് വിളക്ക് കൊളുത്തി മേളം, ഉടുക്കിൽ മേളം കൊട്ടി, ഉടുക്കിൽ പാണ്ടിമേളം കൊട്ടിയിട്ടാണ് ഇവിടെ ഈ അയ്യപ്പൻ വിളക്കിൻ്റെ എഴുന്നള്ളിപ്പിൽ മുതലുള്ള തുടക്കം. അയ്യപ്പൻ വിളക്കിലെ ഏറെ കൗതുകമുള്ള കാഴ്ച വാഴപ്പിണ്ടിയും കുരുത്തോലയും ഉപയോഗിച്ചുണ്ടാക്കുന്ന 5 ക്ഷേത്രങ്ങളുടെ മാതൃകകൾ നിർമ്മിക്കുക എന്നതാണ്. അല്പനേരത്തെ ആയുസ്സു മാത്രമുള്ള ക്ഷേത്രങ്ങൾ ഒട്ടേറെ കലാകാരന്മാരുടെ കരവിരുതിലാണ് ഒരുങ്ങുന്നത്. ധർമ്മശാസ്താവ്, മാളികപ്പുറം, കൊച്ചുകടുത, കടുത, വാവർ എന്നീ 5 ക്ഷേത്രങ്ങളാണ് പോളയാൽ തീർത്ത ചുറ്റുമതിലിനുള്ളിൽ ഒരുങ്ങുന്നത്. കേരളത്തിനു പുറത്തും വളരെ ഗംഭീരമായ രീതിയിൽ മലയാളികൾ അയ്യപ്പൻ വിളക്ക് സംഘടിപ്പിക്കാറുണ്ടെന്ന് ഗുരുസ്മരണ ഉടുക്ക് വാദ്യ വിദ്യാലയത്തിലെ ആചാര്യൻ മച്ചാട് സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഒരു സീസണിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു 55 വിളക്കാണ് സ്ഥിരം. പിന്നെ ബോംബെയിൽ 20 വിളക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഗോവ, ഭോപ്പാൽ, ഹൈദരാബാദ്, മദ്രാസ്, ഒരു സ്ഥലങ്ങളിൽ സ്ഥിരം ഞാൻ പരിപാടി ഉണ്ട്. ഡിസംബർ 20 മുതൽ ജനുവരി 28 വരെ, ഡിസംബർ 20 മുതൽ ജനുവരി 28 വരെ ബോംബെയിലും മദ്രാസിലും ഹൈദരാബാദിലും ഒക്കെയാണ് പരിപാടി. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തേക്കാളും ഭയങ്കര ഭക്തിപരമായിട്ട് 501 താലൊക്കെ ഓരോ വിളക്കിന്. അത്ര ഭയങ്കര സംഭവമാണ് അവിടെ. ഒക്കെ മലയാളീസിൻ്റെ ഇതിനാണ് നടക്കണം മുഴുവൻ. അവിടെ അയ്യപ്പ സേവാ സംഘമുണ്ട്, അയ്യപ്പ ഭക്ത സംഘമുണ്ട്, ഭക്ത സമിതിയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചില വലിയ വലിയ നേതാക്കന്മാർ, ചെറിയ മന്ത്രിമാരും എംപിമാരും MLA-മാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ അയ്യപ്പനെന്ന ഗംഭീരമായിട്ടുള്ള പൂജയും കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് പുറം നാടുകളിൽ നടക്കുന്നുണ്ട്. മുംബൈ, ഗോവ, ഭോപ്പാൽ, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിൽ എല്ലാം അയ്യപ്പൻ വിളക്ക് നടന്നു വരുന്നുണ്ട്. ഇവിടെയും പോള ഉപയോഗിച്ചുള്ള അമ്പലങ്ങൾ തീർത്താണ് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത്. 7 അമ്പലം തീർത്ത് വിളക്ക്, 5 അമ്പലം തീർത്ത് വിളക്ക്, 1 അമ്പലം തീർത്ത് വിളക്ക് എന്നിവയും അയ്യപ്പൻ വിളക്കിൽ നടത്തി വരുന്നുണ്ട്. അയ്യപ്പൻ വിളക്കിന് ഉടുക്കുവാദ്യം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന പ്രത്യേകതയുമുണ്ട്.
ഉടുക്കിൽ പാണ്ടിമേളം കൊട്ടിയാണ് അയ്യപ്പൻ വിളക്കിന്റെ എഴുന്നള്ളിപ്പ് നടക്കുക. വാഴപ്പോള ഉപയോഗിച്ച് ഏറെ മനോഹരമായി കെട്ടിയുണ്ടാക്കുന്ന അമ്പലങ്ങൾ അയ്യപ്പൻ വിളക്കിന്റെ മാത്രം പ്രത്യേകതയാണ്. അയ്യപ്പൻ വിളക്കിന്റെ സമാപന ചടങ്ങായ വെട്ടും തടവും കഴിഞ്ഞ് വാഴപ്പിണ്ടിയിൽ തീർത്ത അമ്പലങ്ങൾ പൊളിച്ചു നീക്കിയാണ് അയ്യപ്പൻ വിളക്ക് ചുമതലക്കാർ ഉപചാരം ചൊല്ലുക. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക.